Hello, this is Daniel from iCatly.com. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നോക്കിയ 206 എന്ന ഏറ്റവും പുതിയ ഫോണാണ്. ഈ ഫോൺ ഒരു ഡ്യുവൽ സിം ഫോണാണ്. ഈ ഫോണിന്റെ വില ഏകദേശം 3600 രൂപയാണ് വില വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്ന ഈ റേഞ്ചിൽ ഈ മോഡൽ ഫോണിൽ ഏറ്റവും നല്ല ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആദ്യം നോക്കുകയാണെങ്കിൽ ഇതിനൊരു 2.4 ഇഞ്ച് സ്ക്രീൻ ഉണ്ട്. ഇതൊരു ഡ്യുവൽ സിം ഫോണാണ്. അതുകൂടാതെ വളരെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഡിസൈനാണ് നോക്കിയയിൽ കൊടുത്തിരിക്കുന്നത്. പിടിക്കാനും വളരെ എളുപ്പമാണ്. പിന്നെ വെയിറ്റിൻ്റെ കുറവായതുകൊണ്ട് പോക്കറ്റിൽ ഇടാനും എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ കീപാഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വലിയ കീപാഡാണ്. ഒന്ന് ടൈപ്പ് ചെയ്യാനും SMS അയക്കാനും ഫോൺ നമ്പേഴ്സൊക്കെ ടൈപ്പ് ചെയ്യാനും വളരെ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ ലേഔട്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ഡിസൈൻ. അതുകൂടാതെ ബാക്കിലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊരു റൗണ്ടഡ് എഡ്ജസ് ഉള്ളത്. അതുകൂടാതെ ഇവിടെ SAR എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ സ്റ്റിക്കർ ഉണ്ട്. അത് നമുക്ക് എപ്പോഴെങ്കിലും റിമൂവ് ചെയ്യാവുന്നതാണ്. SAR സർട്ടിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ റേഡിയേഷൻ ലെവൽസ് ലോ ആണ്. അതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല എന്നുള്ള ഒരു സ്റ്റിക്കറാണത്. അതുകൂടാതെ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സവിശേഷതകൾ പറയാം. ആദ്യം തന്നെ ഇതിൻ്റെ നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ ന്യായമായിട്ടുള്ളൊരു വിലയാണ്. 3500 രൂപയ്ക്ക് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോൺ, ഇത് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഫോൺ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് 91 ഗ്രാംസ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോക്കറ്റിലൊക്കെ ഇട്ടുണ്ടെടുക്കാൻ വളരെ എളുപ്പമാണ്. ഷർട്ടിൻ്റെ പോക്കറ്റിലായി ഇട്ടുണ്ടെങ്കിൽ അതൊരു ബൾക്കി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എക്സലൻ്റ് ആണ്. ഒരു ദിവസം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ യൂസേജിന് അറൗണ്ട് 4 to 5 days ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ ഇതിനൊരു 1.3 മെഗാപിക്സൽ ക്യാമറ ഉണ്ട്. ഇത് കാൾ GS ലെൻസുള്ള ക്യാമറയുണ്ട്. സാധാരണ ഈ മോഡൽ ഫോൺസിന് 2 മെഗാപിക്സൽ ക്യാമറ വരെ വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ 1.3 മെഗാപിക്സൽ ക്യാമറ ആണെങ്കിലും ക്യാമറ ക്വാളിറ്റി എക്സലൻ്റ് ആണ്. ഇനി ഈ ഫോണിൻ്റെ പോരായ്മകൾ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നോട്ടീസ് ചെയ്യുന്നത് വൈഫൈ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് വൈഫൈ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നെറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ GPRS വഴി ആക്സസ് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ക്രീൻ റെസല്യൂഷൻ അത്ര ബ്രില്യൻ്റ് ആണെന്നും പറയാൻ പറ്റില്ല. ഒരു ഓർഡിനറി സ്ക്രീനാണ്. എങ്കിൽ ഈ വിലക്ക് ഇതിനേക്കാളും കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി 64 MB ഉള്ളൂ. ഒരു അപ് ടു 32 GB എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്കിൽ തന്നെ ഒരു മെമ്മറി കാർഡ് ഇല്ലെങ്കിൽ ഇതിനൊരു ഫോട്ടോസ് എടുക്കാൻ അല്ലെങ്കിൽ സോങ്സ് ആഡ് ചെയ്യാൻ ഒന്നും പറ്റില്ല. ഇതിൻ്റെ മെമ്മറി വളരെ കുറവാണ്. ജസ്റ്റ് 64 MB. അത് ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. പിന്നെ ഇതിനൊരു USB കണക്ടറൊന്നുമില്ല. ഇതിൻ്റെ ഡേറ്റ കേബിൾസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വന്നിട്ടില്ല. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സാധാരണ നോക്കിയുടെ ഒരു ചെറിയ പിന്നും പിന്നെ അതുപോലെ 3.5 mm ഓഡിയോ ജാക്കുമാണുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ സോങ്സ് കേൾക്കാനും ട്രാവൽ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് റഫ് യൂസ് ചെയ്താലും വലിയ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഫോൺ ഇപ്പോൾ 5 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ബ്ലാക്ക് കളർ മോഡലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് കൂടാതെ സ്യാൻ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ ഉണ്ട്, മജന്ത കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്. ഈ ഫോൺ തന്നെ വൈറ്റ് കളർ വരുന്നുണ്ട്. അതുകൂടാതെ ഈ കാണുന്ന ബ്ലാക്ക് കളറും വരുന്നുണ്ട്. 5 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. സാധാരണ ഫോൺസിൽ ബ്ലാക്കും സിൽവറും അല്ലെങ്കിൽ ബ്ലാക്കും വൈറ്റും ഓപ്ഷനുള്ളത്. പക്ഷേ ഈ ഫോൺ ഈ പാറ്റേണിലുള്ള ഈ ഫോൺ ഏകദേശം 5 കളറിൽ വരുന്നുണ്ട്. അതൊരു വളരെ നല്ല കാര്യമാണ്. ഏതായാലും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഏകദേശം ഒരു 3500 അല്ലെങ്കിൽ 4000 രൂപയിൽ ഒരു നല്ല ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഫോൺ വാങ്ങാവുന്നതാണ്. ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എഴുതി ചോദിക്കാം. എൻ്റെ ഇമെയിൽ അഡ്രസ് iCatly@gmail.com അല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ തീർച്ചയായിട്ടും ഇമെയിൽ ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ iCatlyയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക. Okay, so I hope this was helpful. This is Daniel signing off right now. See you later. Bye bye.